നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. സുരക്ഷിതമായിട്ട് തുഴഞ്ഞ് മർഗരെ എത്തിക്കുന്ന തുഴക്കാരനാണ് ഗുരുനാഥൻ. അങ്ങനെ ഗുരുനാഥൻ വേണം മർഗരെ എത്തിച്ചു തരാൻ. അങ്ങനെ എത്തിക്കഴിഞ്ഞാലോ വിജ്ഞായ കൃതകൃത്യസ്തു തീർണസ്തദുഭയം ത്യജേത്. ആ ബ്രഹ്മമാകുന്ന ആ അനുഭൂതി മണ്ഡലത്തിൽ നേരിട്ടെത്തിയ അഹം ബ്രഹ്മാസ്മി എന്നുള്ള പ്രത്യക്ഷ അനുഭവം നേടിക്കഴിഞ്ഞാലോ പിന്നെ ഈ വള്ളവും വേണ്ട, പിന്നെ ഈ തുഴക്കാരനും വേണ്ട. അപ്പോൾ രണ്ടിനെയും ഉപേക്ഷിക്കാം. അതുവരെ അത് വേണം. ജ്ഞാനമാകുന്ന വള്ളവും ആ വള്ളത്തെ നയിക്കാൻ, സുരക്ഷിതമായി നയിക്കാൻ വേണ്ടുന്ന ശക്തി, അതായത് ജ്ഞാനം പകർന്നു തരുന്ന ഗുരു, രണ്ടുപേരും ഉണ്ടായേ പറ്റും. അവിടെ എത്തിക്കഴിഞ്ഞാലോ പിന്നെ ഇത് രണ്ടും വേണ്ട, രണ്ടിനെയും ഉപേക്ഷിക്കാം. ഗുരു ബ്രഹ്മനിഷ്ഠനാണ്, അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവം നേടിയ ആളാണ്. അദ്ദേഹമാണ് ഈ ശിഷ്യനെ, പഠിതാവിനെ മർഗരയിൽ എത്തിക്കുന്നത്. ഈ പഠിതാവ് മർഗരയിൽ ബ്രഹ്മതലത്തിൽ എത്തുമ്പോഴോ ആ പഠിതാവും പഠിക്കുന്നു, അനുഭവിച്ചറിയുന്നു അഹം ബ്രഹ്മാസ്മി എന്ന്. ഗുരുവും അനുഭവിച്ചറിയുന്നു അഹം ബ്രഹ്മാസ്മി എന്ന്. പഠിതാവും ഈ ബ്രഹ്മചാരിയും അനുഭവിച്ചറിയുന്നു അഹം ബ്രഹ്മാസ്മി എന്ന്. രണ്ടുപേരും ഒരേ അനുഭവം നേടി. ബ്രഹ്മം പലതില്ല, ഒന്നേ ഉള്ളൂ. അവിടെ ഗുരു ശിഷ്യൻ എന്നുള്ള വ്യത്യാസം ഇല്ലാതാകുന്നു. ഗുരു ശിഷ്യൻ രണ്ടല്ല. അതാണ് പിന്നെ ഗുരു എന്നുള്ള സങ്കല്പത്തെ വച്ചേക്കണ്ട. അങ്ങോട്ട് കടന്നു വരാൻ ഗുരു നമ്മെ ഇരുത്തിയ വഞ്ചിയുണ്ടല്ലോ, അതാണ് ജ്ഞാനം. ആ ജ്ഞാനം ഇതാ പൂർണ്ണതയിലായി കഴിഞ്ഞിരിക്കുന്നു. പൂർണ്ണ ബ്രഹ്മാനുഭവം വാക്കുകളിലൂടെ പ്രവഹിച്ച ആ ജ്ഞാനമുണ്ടല്ലോ, അത് ഇനി ആവശ്യമില്ല. കാരണം അതെല്ലാം ഉൾക്കൊള്ളുന്ന പൂർണ്ണ ബ്രഹ്മാനുഭവമാണ്. ഈ ജ്ഞാനവും ഈ നദിയും ഈ തോണിയും ഈ ഗുരുവും എല്ലാം ആ ബ്രഹ്മം തന്നെ. ഞാനും ആ ബ്രഹ്മം തന്നെ. ബ്രഹ്മമല്ലാതെ രണ്ടാമതൊന്നില്ല. അതാണ് മറുകരയിലെത്തി, ബ്രഹ്മത്തിലെത്തി ആ അനുഭവം ഹൃദയത്തിൽ ഉറച്ചാൽ പിന്നെ ഗുരു എന്നുള്ള സങ്കല്പവും വേണ്ട, പിന്നെ ജ്ഞാനം എന്നുള്ള വള്ളത്തെക്കുറിച്ചുള്ളതായ സങ്കല്പവും വേണ്ട. ഗുരുവും ശിഷ്യനും അവിടെ ഒന്നായി മാറും. ഗുരുവെന്നും ശിഷ്യനെന്നും ഒക്കെ പറഞ്ഞ് പലരും പല കാര്യങ്ങളും തർക്കിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഗുരുവും ശിഷ്യനും അനുഭൂതി തലത്തിൽ ഒന്നാണ്. തുടക്കത്തിൽ ഗുരുവെന്നും ശിഷ്യനെന്നും രണ്ടുപേരായിരിക്കും. പക്ഷേ പൂർണ്ണ ബ്രഹ്മാനുഭവത്തിലെത്തുമ്പോൾ രണ്ടുപേരില്ല, ഒരാളേ ഉള്ളൂ. ആ ആള് ഗുരുവുമല്ല ശിഷ്യനുമല്ല, പിന്നെയോ ബ്രഹ്മം മാത്രം. എന്താണ് എന്ന വാക്കുകൊണ്ട് നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ആ പൂർണ്ണ ബ്രഹ്മാനുഭവം മാത്രം, അത് മാത്രമാണുള്ളത്. അത് സത്തും ചിത്തും ആനന്ദവുമാണ്. അവിടെ പലതെന്നുള്ള ചിന്തയില്ല, ഗുരുവെന്നും ശിഷ്യനെന്നുമുള്ള ഭേദവുമില്ല. പിന്നെ ഈ ചതുരാശ്രമം വച്ചിരിക്കുന്നതോ ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടി. സാധാരണയുള്ള ആളുകളെ അവരെ ഈ തലത്തിലേക്ക് എത്തിക്കണമല്ലോ. സുഖബ്രഹ്മർഷി അനേക ജന്മങ്ങളിലൂടെയാണ് ഈ ഒരു ഉദാത്തമായ മണ്ഡലത്തിൽ ബാല്യത്തിലേ എത്തി നിൽക്കുന്നത്. മറ്റെല്ലാവരും അങ്ങനെയല്ലല്ലോ. അവരെയും ഇവിടെ എത്തിക്കണമല്ലോ. അവരെ കൈവിടാൻ പാടില്ലല്ലോ. അവരുടെ മനസ്സിനെ പാകപ്പെടുത്തി വേണ്ടുന്ന പ്രകാരത്തിൽ പഠിപ്പിച്ച് അവരെ ഈ അവസ്ഥയിലേക്ക്, അഹം ബ്രഹ്മാസ്മി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചതുരാശ്രമ വ്യവസ്ഥ. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നുള്ളതായ വ്യവസ്ഥ. അതുകൊണ്ട് അത് വേണം.
ബ്രഹ്മാനുഭവം ലഭിക്കുന്നതുവരെ അത്തരക്കാർക്ക് വേണ്ടിയിട്ട് അത് വേണം. ബ്രഹ്മാനുഭവത്തിനുള്ള യോഗ്യത നേടിയാൽ ബ്രഹ്മചര്യത്തിൽ തന്നെ ബ്രഹ്മാനുഭവം നേടാം. അവർക്ക് ഈ ചതുരാശ്രമം വേണ്ട. ആദ്യത്തെ ആശ്രമത്തിൽ വെച്ച് തന്നെ പരമലക്ഷ്യത്തിലെത്തുന്നു. രണ്ടാമത്തെ ആശ്രമത്തിൽ വെച്ചും പരമലക്ഷ്യത്തിലെത്താം. മൂന്നാമത്തെയോ നാലാമത്തെയോ ആശ്രമത്തിൽ വെച്ചും പരമലക്ഷ്യത്തിലെത്താം. ആദ്യത്തെ ആശ്രമത്തിൽ വെച്ച് തന്നെ ശുഖബ്രഹ്മർഷിയെ പോലുള്ള ആളുകൾ പരമലക്ഷ്യത്തിലെത്തുന്നു. ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമികളും നമ്മുടെ കൺമുന്നിലുള്ള ഉദാഹരണമാണ്. പ്രാചീനമായ ഒരു പൗരാണിക കഥയല്ല, നമ്മുടെ കൺമുന്നിൽ സംഭവിച്ച ജീവിതമാണ്. ഈ രണ്ട് മഹാഗുരുക്കന്മാരെയും കണ്ടിട്ടുള്ള ഭാഗ്യശാലികളെ കാണാനുള്ള ഭാഗ്യം നമ്മിൽ അധികം പേർക്കും ഉണ്ടായിട്ടുണ്ട്. ഞാൻ അങ്ങനെയുള്ള ഭാഗ്യശാലികളെ നേരിട്ട് കാണുകയും അവരോടൊപ്പം ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ചും ചട്ടമ്പിസ്വാമികളെക്കുറിച്ചും ഒക്കെ നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. സദാനന്ദ സ്വാമികൾ കൊട്ടാരക്കരയിൽ സദാനന്ദ സ്വാമികളെക്കുറിച്ചും ഒക്കെ നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രഹ്മചര്യ, ഗാർഹസ്ഥ്യ, വാനപ്രസ്ഥ, സന്യാസ ആശ്രമങ്ങളുടെ പ്രത്യേകത ഇവിടെ വ്യാസൻ വളരെ സ്പഷ്ടമായിട്ട് സംശയത്തിന് ഇടതരാതെ നമ്മുടെ മുന്നിലേക്ക് പറഞ്ഞു വെച്ചു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഈ അവസ്ഥയിൽ സർവഭൂതേഷു ജാത്മാനം സർവഭൂതാനി ജാത്മനി, എല്ലാ ജീവരാശിയിലും തന്നെ കാണണം. ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ മനുഷ്യരായും മൃഗങ്ങളായും പക്ഷികളായും വൃക്ഷങ്ങളായും പുല്ലായും പുഴുവായും ഒക്കെ കുടികൊള്ളുന്നത് എന്ന് തിരിച്ചറിയണം. ജീവനില്ലാത്ത പദാർത്ഥങ്ങൾക്കുള്ളിലും പുറമേയും ഞാൻ തന്നെയാണ് ഇരിക്കുന്നതെന്ന് തിരിച്ചറിയണം. അതാണ് സർവഭൂതേഷു ച ആത്മാനം, എല്ലാ ഭൂതങ്ങളിലും എല്ലാ വസ്തുക്കളിലും ജീവനുള്ളതെന്നോ ഇല്ലാത്തതെന്നുള്ള വ്യത്യാസമില്ല, എല്ലാത്തിലും താൻ തന്നെയാകുന്ന ആത്മാവിരിക്കുന്നു എന്നറിയണം. അതേപോലെ സർവഭൂതാനി ജാത്മനി, സമസ്ത ജീവരാശിയും ജീവനില്ലാത്ത പദാർത്ഥങ്ങളും തൻ്റെ ഉള്ളിലിരിക്കുന്നു എന്നറിയണം. എഴുത്തച്ഛൻ അതാണല്ലോ നമുക്ക് ലളിതമായി പാടിത്തന്നത്. ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിഹ, ഞാനെന്നുള്ള അഹങ്കാരം തോന്നരുത്. അഥവാ തോന്നിയാലോ അഹന്ത വിട്ട് തോന്നണം. എങ്ങനെ തോന്നുന്നതാകിൽ, ഞാനെന്ന് തോന്നുകയാണെങ്കിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നണം, എല്ലാം ഞാൻ തന്നെയാണെന്ന് തോന്നണം. താൻ തന്നെയാണ് എല്ലാറ്റിൻ്റെയും ഉള്ളിലിരിക്കുന്നത്, എല്ലാം ഇരിക്കുന്നത് തൻ്റെ ഉള്ളിലുമാണ്. ഞാനും ഈ കാണായതായ സമസ്ത ചരാചരങ്ങളും രണ്ടല്ല, പ്രപഞ്ചവും രണ്ടല്ല. അതാണ് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ അവസ്ഥയിൽ എത്തിച്ചേർന്ന മഹാജ്ഞാനിയുടെ അനുഭവം. ഇങ്ങനെ ഉള്ള അനുഭവത്തെ ആരാണോ നേടുന്നത്, അവർ ഈ ലോകത്തിൽ ലോകനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നാലും കർമ്മബാധ്യതകളൊന്നും അവർക്ക് വന്നു ചേരില്ല. വെള്ളത്തിൽ തുഴഞ്ഞു നടക്കുന്ന, നീന്തി നടക്കുന്ന പക്ഷികളുണ്ടല്ലോ, ജലേ വാരിചരോ യഥാ, വാരിചരങ്ങൾ, വെള്ളത്തിൽ നീന്തി നടക്കുന്ന പക്ഷികൾ. അവയുടെ പുറത്ത് വെള്ളം പറ്റിപ്പിടിച്ച് അവ നനഞ്ഞു പോകുമോ, കുതിർന്നു പോകുമോ? ഇല്ലല്ലോ. അതേപോലെ അങ്ങനെയുള്ള മഹാജ്ഞാനികൾ ഈ പ്രപഞ്ച നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രപഞ്ചത്തിൽ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരുന്നാലും ഒരു കർമ്മങ്ങളും അവരിൽ പുരളുന്നില്ല. ഗീതയിലെ കർമ്മയോഗ മണ്ഡലത്തിൽ വ്യാസൻ പറഞ്ഞു വെച്ച കാര്യം ഇവിടെ ഇതാ ഈ കഥാഭാഗത്തിൽ വീണ്ടും അദ്ദേഹം കേൾപ്പിക്കുന്നു. എത്രയോ തവണ അദ്ദേഹം വിവിധ കഥകളിലൂടെ ഇക്കാര്യം കേൾപ്പിച്ചിരിക്കുന്നു. അങ്ങനെ സ്വതന്ത്രരായിട്ട് ലോക നന്മയ്ക്ക് വേണ്ടി എല്ലാം ഞാൻ തന്നെയാണെന്ന് അറിഞ്ഞുകൊണ്ട് അവർ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. വ്യാസൻ തന്നെ അതിൻ്റെ വലിയ ഉദാഹരണം. ഈ മഹാഭാരതത്തിനകത്ത് ലോകഹിതത്തിനു വേണ്ടിയിട്ട് അദ്ദേഹം വേണ്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം വേണ്ടുന്ന ഇടങ്ങളിൽ എത്തിച്ചേർന്ന് വേണ്ടുന്നതായ ജ്ഞാന സന്ദേശം നൽകുന്നത് നമുക്ക് കാണാനായി സാധിക്കും. പടക്കളത്തിൻ്റെ നടുവിൽ പോലും, അർദ്ധരാത്രിക്ക് പോലും, കൊടുങ്കാടുകൾക്കുള്ളിൽ പോലും, രാജകൊട്ടാരങ്ങൾക്കുള്ളിൽ പോലും വേണ്ടുന്നിടത്ത് അദ്ദേഹം പ്രത്യക്ഷപ്പെടും. വേണ്ടുന്നത് അദ്ദേഹം പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവിടെ നിന്നിട്ട് അദ്ദേഹം അന്തർധാനം ചെയ്യുകയും ചെയ്യും. വിവേകമുള്ള ആളുകൾ ആ പറഞ്ഞ വാക്കുകൾ സ്വീകരിക്കും.
വിവേകമില്ലാത്ത ആളുകളോ അതിനെ അതേ പ്രകാരത്തിൽ തള്ളിക്കളയുകയും ചെയ്യും. ദൈവീ ബുദ്ധിയുള്ളവർ സ്വീകരിക്കും, ആസുരീ ബുദ്ധിയുള്ളവർ അതിനെ തള്ളിക്കളയുകയും ചെയ്യും. അങ്ങനെ ആരാണോ എല്ലാത്തിനെയും തന്നിൽ കാണുന്നത് എന്ന് മാത്രമല്ല, ജ്യോതിസ്, ഈ പ്രപഞ്ചത്തെ തിളക്കുന്നതായ ജ്യോതിസ്, അത് തൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് എന്നാരാണോ അറിയുന്നത്, തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ജ്യോതിസ് തന്നെ, 1000 കോടി സൂര്യന്മാരുടെ പ്രഭയുള്ള ആ ജ്യോതിസ് തന്നെ എല്ലാ പദാർത്ഥങ്ങൾക്കുള്ളിലും ഇരിക്കുന്നു എന്നാരാണോ തിരിച്ചറിയുന്നത്, ആ ആള് ആ നിമിഷം തന്നെ മുക്തനായി കഴിഞ്ഞിരിക്കുന്നു എന്നും അറിഞ്ഞുകൊള്ളണം. ഇങ്ങനെ അഹം ബ്രഹ്മാസ്മി എന്ന അനുഭവത്തിൽ എത്തിച്ചേരുന്ന ആളുകൾക്ക് ഈ പ്രപഞ്ചം മുഴുവൻ പരമാത്മമയമായിരിക്കും. അല്ലയോ ശുഖബ്രഹ്മർഷേ, അങ്ങ് ആ തലത്തിൽ ഇതാ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങ് എല്ലാം അറിയേണ്ടതെല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അങ്ങക്ക് അറിയാത്തതായിട്ട് യാതൊന്നും തന്നെയില്ല. അവിടെ ആ ഗുരുനാഥൻ ജനക മഹാരാജാവ്, അദ്ദേഹം അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവതലത്തിൽ ജീവിക്കുന്നയാളാണ്. പ്രപഞ്ചത്തിൽ രാജാവ് എന്നുള്ള നിലയിൽ തൻ്റെ കർത്തവ്യങ്ങളെല്ലാം ആ ശരീരം ധരിച്ചുകൊണ്ട് ചെയ്യുന്നു. ആ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൊട്ടാരം വലിയൊരു ഗുരുകുലമാണ്. വരുന്ന വിദ്യ അഭ്യസിച്ച് ബ്രഹ്മവിദ്യ അഭ്യസിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളെ എല്ലാം പഠിപ്പിക്കുകയും ചെയ്യുന്നു. സുഖബ്രഹ്മർഷിയെ പഠിപ്പിക്കുന്നു. ഇതേപോലെ അനേകമായിരങ്ങളെ അദ്ദേഹം പഠിപ്പിക്കുന്നു. അങ്ങനെ പഠിപ്പിക്കുന്ന അദ്ദേഹം അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ അനുഭവ മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, അങ്ങ് ഇതാ ആ അനുഭവ മണ്ഡലത്തിൽ ഞാൻ ബ്രഹ്മസ്വരൂപനാണ് എന്നുള്ള ആ അനുഭവ മണ്ഡലത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ ഉള്ളിലാണ് ജ്യോതിസ് കുടികൊള്ളുന്നത്. ആ ജ്യോതിസാണ് എല്ലാവരുടെ ഉള്ളിലും പുറമേയും കുടികൊള്ളുന്ന ജ്യോതിസ് എന്ന് അങ്ങ് അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അർത്ഥം, ഈ മഹാരാജാവും ജനകനും ശുഖബ്രഹ്മർഷിയും രണ്ടല്ല എന്നുള്ള ആ പ്രത്യക്ഷ അനുഭൂതിയെ ആ വാക്കുകളിലൂടെ അദ്ദേഹം ശുഖബ്രഹ്മർഷിയുടെ ഹൃദയത്തിലേക്ക് സംക്രമിപ്പിക്കുകയാണ്. ഇത് ബ്രഹ്മാനുഭവത്തിൻ്റെ ഉദാത്തമായിരിക്കുന്ന അധ്യയന അഭ്യാസ ക്രമം. ഇനിയോ അവിടെ നിന്ന് ഇങ്ങ് താഴേക്ക് വന്നാൽ പോലും, ലൗകിക തലത്തിലുള്ള വിദ്യാഭ്യാസമായാൽ പോലും, ശിഷ്യന് ഈ ആത്മവിശ്വാസം പകരുന്ന ഗുരുവിൻ്റെ വാക്ക്, ശിഷ്യന് ആത്മവിശ്വാസമുണ്ടെങ്കിൽ എന്തു പഠിച്ചു കഴിഞ്ഞാലും അത് നേരെ ഉൾക്കൊള്ളാൻ പറ്റുമോ, അത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട്, ഏറ്റവും കുറഞ്ഞത് തൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും പ്രവർത്തിപ്പിക്കാനാവുള്ളൂ. ആത്മവിശ്വാസമില്ലെങ്കിൽ എന്ത് പഠിച്ചാലും യാതൊരു പ്രയോജനവുമില്ല. അങ്ങനെ ലൗകിക തലത്തിലുള്ള വിദ്യാഭ്യാസം മുതൽ പിന്നെ അനേക തട്ടുകളായിട്ട് ഉയർന്ന് അങ്ങ് പൂർണ്ണബ്രഹ്മാനുഭവത്തിൻ്റെ തലത്തിലുള്ള വിദ്യാഭ്യാസ തത്വം, അതിൻ്റെ പ്രത്യക്ഷാനുഭവം, അതുവരെ എല്ലാറ്റിനെയും ഇത് ഉൾക്കൊള്ളുന്നു. എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് വ്യാസൻ ഈ കഥ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ തുടർന്നുള്ളതായ ഭാഗം സ്വാധ്യായം. ഇത് ദൈവീ സമ്പത്തിൻ്റെ പ്രത്യേകതയാണ്. ആർക്ക് ഇങ്ങനെ പഠിക്കാനാകും? ദൈവീ സമ്പത്തുള്ളയാളിനെ പഠിക്കാനാകൂ. സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യം പോലും നേരെ പഠിക്കണമെങ്കിൽ അല്പമെങ്കിലും ദൈവീ സമ്പത്ത് ഉള്ളിൽ വേണം. കോളേജിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നേരെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അല്പമെങ്കിലും ദൈവീ സമ്പത്ത് വേണം. ഇല്ലെങ്കിൽ ശ്രദ്ധ ഉറക്കില്ല. കോളേജിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിക്കഴിയുന്ന അവസരത്തിൽ പുസ്തകം താഴെ വയ്ക്കരുത്. അധികം പേരും അങ്ങനെയാണ്. പഠനം കഴിഞ്ഞ് ഡിഗ്രി കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അന്ന് പുസ്തകം താഴെ വയ്ക്കും. ജീവിതം മുഴുവൻ അധ്യയനമായി തീരണം. അങ്ങനെ എല്ലാവർക്കും എല്ലാ കാലത്തും തുടർച്ചയായി നിരന്തരമായി മുന്നോട്ട് ഒരു തലങ്ങളിലേക്ക് നമ്മുടെ ബോധമണ്ഡലത്തെ നയിക്കുന്ന പഠനക്രമം, അതാണ് ഇവിടെ നാം കാണുന്നത്. ഇന്ന് UGC പോലുള്ള വലിയ വലിയ സ്ഥാപനങ്ങൾ
MA ഡിഗ്രി എടുത്തതിന് ശേഷം MSc ഡിഗ്രി എടുത്തതിന് ശേഷം മാസ്റ്റർ ഡിഗ്രി എടുത്തതിന് ശേഷം PhDയും എടുത്തതിന് ശേഷം തുടർന്ന് ഗവേഷണം നടത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ വളരെയേറെ പ്രായോഗികമായിട്ട് ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഗവേഷണം ജീവിതം തന്നെ ഗവേഷണമയമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത്തരം സൗകര്യങ്ങൾ UGC പോലുള്ളതായ സ്ഥാപനങ്ങൾ ഉളവാക്കി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ജീവിതം മുഴുവൻ അധ്യയനമാകണം, ബ്രഹ്മധ്യാനമാകണം, ജ്ഞാന ഉപാസനയാകണം. അതിൻ്റെ മുഴുവൻ സിദ്ധാന്തമാണ് നാം ഇവിടെ കണ്ടത്. അതിൻ്റെ പൂർണ്ണതയാണ് ശുകബ്രഹ്മർഷി എത്തി നിൽക്കുന്ന ഈ തലം. നാളെ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് പഠിക്കാം. തുടർന്ന് നാളെ ഈ ദൈവീ സമ്പത്തിൻ്റെ അടുത്ത പ്രത്യേകത അത് തപസ്സാണ്. ആ തപസ്സും ദൈവീ സമ്പന്നർക്ക് മാത്രമേ പറ്റൂ, അല്ലാതുള്ളവർക്ക് പറ്റില്ല. അല്ലാതുള്ളവരുടെ ഉള്ളിൽ വളർന്നു നിൽക്കുന്ന രജസും തമസും കൂടി ചേർന്നിട്ട് തപസ്സിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും അവരെ അനുവദിക്കില്ല. സാത്വികഗുണം വളരണം എങ്കിലേ തപസ് വളരൂ. അത് നമ്മൾ ഈ സ്വാധ്യായം പൂർണ്ണമാക്കിക്കൊണ്ട് നാളെ അതിലേക്ക് കടക്കും. അതിന് വ്യാസഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദർ, നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്ന സ്വന്തം ഗുരുനാഥന്മാർ നമ്മെ അനുഗ്രഹിക്കട്ടെ. നാളെ രാത്രി 8:30 നമുക്ക് ഒരുമിച്ച് കാണാം. സത്യാനന്ദ സംസ്കൃതി എന്നുള്ള യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതിലെല്ലാവരും എത്തിച്ചേരണം. അതിൽ കടന്നുപോയ എല്ലാ ക്ലാസ്സുകളും തുടർച്ചയായിട്ട് ഇടുന്നുണ്ട്, അതിനകത്തുണ്ട്. അതുകൊണ്ട് ഏത് ഭാഗം വേണമെങ്കിലും നേരിട്ട് കാണാൻ കഴിയും. ഈ ക്ലാസ്സുകൾ ഫേസ്ബുക്കിൽ 30 ദിവസമേ കിടക്കൂ. അത് കഴിഞ്ഞാൽ ഈ ക്ലാസ്സുകൾ ലഭിക്കാൻ യൂട്യൂബ് ചാനലിൽ സത്യാനന്ദ സംസ്കൃതിയിൽ വരണം. ഈ ക്ലാസ്സുകൾ ആരംഭിച്ച നാൾ തൊട്ടുള്ളതെല്ലാം തുടർച്ചയായി അതിനകത്ത് കിടപ്പുണ്ട്. ഗീതാഭാരതം എന്നുള്ള തലക്കെട്ടിൽ അതിൽ വരണം, അത് സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും, സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ ഇതറിയിക്കണം. എല്ലാവരെയും ഇതിലേക്ക്, നമ്മുടെ ഭാരതീയ ജ്ഞാനപരമ്പരയിലേക്ക് കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരുസ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിൽ, പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, വ്യാസഭഗവാന്റെ പാദപങ്കജങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.